ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കപ്പിൾ ഫ്രണ്ട്ലി പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നല്ല ടീ പ്ലാന്റേഷൻ്റെയും ഫുൾ ട്രീസ് ഒക്കെ ആയിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന നല്ല ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം എൻ്റെ കൂടെ പോരെ കേട്ടോ. ടോട്ടൽ 6 റൂംസുള്ള ഈ പ്രോപ്പർട്ടിയിൽ 4 ലക്ഷറി വില്ല കോട്ടേജും 2 പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ റൂംസൊക്കെ എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത്, റൂമിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ പാർക്കിങ്ങിനുള്ള നല്ല ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത്. പാർക്കിംഗ് ഏരിയ നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട്, നല്ല സ്റ്റോണൊക്കെ പാകി നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് ഇവിടുത്തെ ലക്ഷറി കോട്ടേജിലേക്കാണ്. ഇപ്പോൾ റൂംസ് ഒക്കെ എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തത് നമുക്ക് നോക്കാം. ഇതാണ് റൂംസ് വരുന്നത്. റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് ബെഡ് മേക്കിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് LED TV, റൂം സപ്ലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. നല്ല സ്പേസ് ഉള്ള, നല്ല സ്പേഷ്യസ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള വാഷ്റൂം ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ബാൽക്കണിയൊക്കെ നല്ല വ്യൂ ആണ്, നല്ല വാലി വ്യൂ, നല്ല പ്ലാന്റേഷൻസ്, നല്ല ഒരു ഗ്രീനറിയാണ്, ഫുള്ള് ഗ്രീൻ വ്യൂ ആണ്. ഇവിടെ നമുക്ക് നല്ല പൂൾ വ്യൂ ഉണ്ട്. പൂൾ വ്യൂ ഒക്കെ നല്ല അടിപൊളി ബാൽക്കണി. ഈ പ്രോപ്പർട്ടിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ഏരിയ ആണ് ഇവിടുത്തെ ഫ്രണ്ടേജിലുള്ള ടീ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട്. ടീ പ്ലാന്റേഷൻ മാത്രമല്ല, അതിന്റെ സെന്ററിൽ തന്നെ ഒരുപാട് ട്രീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ട് ഒരുപാട് എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആണ്, എപ്പോഴും നല്ലൊരു കൂൾ ആംബിയൻസ് ഒക്കെയാണ്. അതുപോലെ ഇവിടെ നല്ല ജാക്ക് ഫ്രൂട്ടിന്റെ ട്രീസ് ഒക്കെ ഉണ്ട്. അപ്പം ജാക്ക് ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, നല്ല ഫലസമ്പുഷ്ടമായ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നല്ല ഭംഗിയായിട്ട് നല്ല നാച്ചുറൽ ആയിട്ട് ചെയ്തൊരു പ്രോപ്പർട്ടി. നമ്മൾ ഈ പ്രോപ്പർട്ടിയിലെ ലക്ഷറി വില്ല കോട്ടേജ് കണ്ടു അല്ലേ. അപ്പൊ ഈ പ്രോപ്പർട്ടിയിൽ 2 പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജും ഉണ്ട്. അപ്പം ആ പൂൾ വില്ല കോട്ടേജ് എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്, എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് വരുന്ന അധികം എൻക്വയറിയിലും പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജ് ആണ് എല്ലാവരും ചോദിക്കാറ്. അപ്പൊ നമുക്ക് നല്ല വെർത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജ് ഉണ്ട്. അപ്പൊ നമുക്ക് റൂമിലേക്ക് കയറാം. വാവ്, നല്ല ഭംഗിയുള്ള ഒരു റൂം കേട്ടോ. നല്ല കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന റൂമാണ്. അപ്പം നമുക്ക് ഇതിന്റെ ഹൈറ്റിലേക്ക് നോക്കുന്നത് നല്ല ഹൈ റൂഫാണ്, നല്ല ഹൈറ്റുള്ള റൂഫൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലൈറ്റിംഗ് ആണ്. നല്ല ആംബിയൻസ് ഉള്ള ലൈറ്റിംഗ്, നല്ല ഭംഗിയായിട്ട് റൂമിന്റെ ഒരു ആംബിയൻസിന് ഒരു ലൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ബെഡൊക്കെ നിങ്ങൾ കണ്ടറിയാം. ബെഡൊക്കെ നല്ല അവർ ടവലായിട്ടൊക്കെ ചെയ്തിട്ട് ബെഡൊക്കെ നല്ല എന്താ പറയുക, കപ്പിൾസ് ഒക്കെ അവരുടെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവർ ടവലായിട്ടൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡിനോട് ഫേസ് ചെയ്തിട്ട് ഇവിടെ LED TV ഒക്കെ ഉണ്ട്, LED TV കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റൂം എയർ കണ്ടീഷൻ ആണ്, AC റൂമാണ്. നല്ല AC ഇടേണ്ട ആവശ്യമില്ല. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല കൂളാണ്, നല്ല കൂൾ ആംബിയൻസ് ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് നല്ല സ്പേഷ്യസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്, അതായത് നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു ബാത്ത് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ ഇവിടെ നല്ല സ്പേസ് ഉള്ള ഒരു വാഷ്റൂമാണ്. നമുക്ക് നല്ല ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ പൂളിലേക്ക് പോകുന്നത്. പൂൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ബാൽക്കണി സ്പേസിലാണ്. അപ്പൊ ഇതാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പൂൾ കേട്ടോ. അതായത് സിമ്പിൾ ആയിട്ടുള്ളൊരു പൂളാണ്, നല്ല ലെങ്ത് ഉണ്ട്, അതുപോലെ നല്ല ഡെപ്ത് ഉള്ളൊരു പൂളാണ്. അപ്പോൾ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നോട്ട് നമുക്ക് വ്യൂ കാണാം. അതുപോലെ പൂളിൽ നമുക്ക് കുറേ സമയം എൻജോയ് ചെയ്യാം. അപ്പോൾ കപ്പിളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവുന്ന ഒരു പൂളാണ് കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് പൂളാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈവസി ഒക്കെ നല്ലൊരു പൂളാണ്.
ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ആക്ടിവിറ്റി ഏരിയയിലേക്കാണ്. ആക്ടിവിറ്റി ഏരിയ എന്ന് പറയുമ്പം ഇവിടുത്തെ ഇൻഡോർ ഗെയിംസ്, നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ട് നമ്മൾ മെയിനായിട്ട് ആദ്യം അന്വേഷിക്കുന്നത് അവിടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതിവിടെ ഇൻഡോർ ഗെയിം സെക്ഷനാണ്. ഇതിവിടെ നമുക്ക് ക്യാരംസ് ഉണ്ട്, അതുപോലെ ചെസ് ഉണ്ട്, പിന്നെ നമുക്കിവിടെ ഫൂസ്ബോൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് തന്നെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നല്ലൊരു ടൈം ആക്ടിവിറ്റീസിൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഇൻഡോർ ഗെയിം സെക്ഷനൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്വിമ്മിംഗ് ആയിരിക്കും. പൂളായിരിക്കും നമ്മൾ എപ്പോഴും ആയിട്ട് നമ്മൾ അന്വേഷിക്കുന്നത് ഏതൊരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോഴും. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു പൂളാണ്. മീൻസ് ഇതിൻ്റെ ടൈലൊക്കെ നല്ലൊരു അട്രാക്റ്റീവാണ്. കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു കിഡ്സ് പൂളും ഉണ്ട്. കിഡ്സൊക്കെ വന്നിട്ടുണ്ട്, കിഡ്സിന് നല്ല പൂളുണ്ട്. നല്ല ഡെപ്തും നല്ല വീതി നല്ല നീളമൊക്കെ ഉള്ളൊരു പൂളായതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം പൂളിൽ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടും. ഇത് ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഇവർ സ്വിങ്ങും സ്വീസോയും പിന്നെ ഒരു സ്ലൈഡറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് ആണ്. അതായത് ഒരുപാട് ഏരിയ ഉണ്ട് നമുക്കിങ്ങനെ നടക്കാനൊക്കെ ആണെങ്കിലും നല്ല ഗാർഡനൊക്കെ ചെയ്തിട്ട്. അതായത് ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ എന്താ ഇവിടെ ഒരു ടേബിളും ചെയറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വലിയൊരു ഗ്രൗണ്ടിൽ തന്നെ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അവിടെ ഒരു ടേബിളും ചെയറൊക്കെ വെച്ചിട്ട് നമുക്കൊരു ടീ കോഫി ഒക്കെ കുടിച്ചിരിക്കാൻ ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യണമെങ്കിൽ ഗ്യാദർ ചെയ്തിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു വേറൊരു ടൈപ്പിൽ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടൊരു ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത്. നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലത്താണ് ഇവർ ഓപ്പൺ റെസ്റ്റോറൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ചെയേഴ്സും ടേബിളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡിലാണെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ആംബിയൻസ് ആട്ടോ. നല്ലൊരു ആംബിയൻസിൽ ആ ഒരു പ്ലേസ് അവർ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കപ്പിൾസായും ഫാമിലിയായും നിങ്ങൾക്ക് ഒരേപോലെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജിതിൻ. സ്റ്റേ ട്യൂൺ.